അവിടെ നിന്ന് ഇറങ്ങി വഴിക്കൂടെ പോണ പെമ്പിള്ളേരെ വായി നോക്കി റോട്ടിൽ നിന്ന് വണ്ടി ഇറക്കി ടയറും പഞ്ചറാക്കി നിങ്ങൾ അങ്ങനെ സമയം കളഞ്ഞിട്ട് ടിൻസോ ബ്രോന്റെ ഫോർമുല വർക്കല്ല എന്ന് പറഞ്ഞ കമന്റ് സെക്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു റൈഡിന് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നമ്മുടെ ടിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ലോങ് വീക്കെൻഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസം 15 ദിവസം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ടിൻസോ ബ്രോയുടെ സ്പെഷ്യൽ ഒരു ഫോർമുല കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു നല്ല ഒരു റൗണ്ട് മോട്ടോർ സൈക്കിൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്ക് ഡെസ്റ്റിനേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സിനാരിയോ. നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. നമുക്കൊരു പ്രത്യേകമായിട്ടൊരു സ്ഥലത്ത് പോകണം. ഫോർ എക്സാമ്പിൾ നമുക്ക് കാശ്മീർ പോകണം. ഓക്കെ, ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ ഫിക്സ് ആണ്, യു സ്റ്റാർട്ട് റൈഡിങ്. പക്ഷേ ഈ റൈഡിനിടയ്ക്ക് നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് എവിടം വരെ എത്താൻ പറ്റും, നിങ്ങൾ എത്ര ദിവസം പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് അവിടെ എവിടെയും ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടലുള്ള നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? രണ്ടാമത്തെ സിനാരിയോ, നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ ദിവസങ്ങളുണ്ട്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 11 ദിവസം ഒരു ലോങ് വീക്കെൻഡ് വരുന്നു. നമുക്ക് എങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാം? നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി എൻ്റെ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു ട്രിപ്പ് പോയിരുന്നു. ഞാൻ മഹാരാഷ്ട്ര ഒരു റൈഡ് അടിച്ചിരുന്നു. എൻ്റെ അടുത്ത് ആക്ച്വലി ഒരു 11 ദിവസം ഉണ്ടായിരുന്നു. എങ്ങനെ ഞാൻ മഹാരാഷ്ട്ര എന്നൊരു ഡെസ്റ്റിനേഷനിൽ എത്തി, എങ്ങനെ ഞാൻ ആ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചു, എൻ്റെ ട്രിപ്പ് എങ്ങനെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പോയിട്ട് വന്നു, അതിനകത്ത് ഞാൻ വേറെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ഡേ 1 ഓഫ് ദ മഹാരാഷ്ട്ര ട്രിപ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇത്ര ദൂരം നമുക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും പോയില്ല എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് അറിയാമായിരുന്നു ഏകദേശം എവിടെ വരെ എത്തും എന്നുള്ളത്. കുറേ നാളായിട്ട് പോയി പ്രാക്ടീസ് ചെയ്തതാണ്. ഡേ 1ന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഞാൻ 2 സിനാരിയോ പറഞ്ഞു തന്നല്ലോ. നമ്മൾ രണ്ടാമത്തെ സിനാരിയോ ആണ് വീശി പിടിക്കുന്ന സ്റ്റൈൽ. അതായത് മാപ്പിൽ നമ്മൾ നോക്കുക, ഗൂഗിൾ മാപ്സിലൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വീശി പിടിക്കുക. നമ്മുടെ അടുത്ത് ഇത്ര ദിവസമുണ്ട്, ഇത്ര നമ്മുടെ അടുത്ത് ഏകദേശം നമുക്ക് കിലോമീറ്റർ പോകാൻ അറിയാം. ഞാൻ പറഞ്ഞു തരാം, ഫോർമുലയിലേക്ക് വരാം. ഇതിനൊരു മാജിക് നമ്പർ ഉണ്ട്. ഈ മാജിക് നമ്പറാണ് ടിൻസോ ബ്രോസ് മാജിക് നമ്പർ ഈസ് 33. അതായത് 33. ഈ 33 എങ്ങനെ കണ്ടുപിടിച്ചു? ഇത്രയും നാളത്തെ എൻ്റെ ട്രിപ്പിന്റെ പരിചയം, അതായത് ഏകദേശം 10, 12, 14 വർഷമായി ഞാൻ ഈ മോട്ടോർ സൈക്കിളിൽ ഈ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ തുടങ്ങിയിട്ട്. സോ അങ്ങനെ കണ്ടുപിടിച്ച ഒരു നമ്പർ ആണ് ഈ 33 കിലോമീറ്റർ പെർ അവർ. ആവറേജ് സ്പീഡാണ്, നമ്മുടെ ടോപ്പ് സ്പീഡല്ല, നമ്മൾ നിർത്തുന്ന സ്പീഡല്ല, നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് അല്ല. ഇത് മെയിൻ ലാൻഡിന്റെ കാര്യമാണ്. മെയിൻ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൈൻസ് അല്ല, മെയിൻ റോഡ്. ഇനി മൗണ്ടൈൻ റോഡ്സിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ടോട്ടൽ നമ്മുടെ ട്രിപ്പ് ആവറേജ് നമ്മുടെ ഈ മാജിക് നമ്പർ ആവും 25. നമ്മൾ മൗണ്ടൈൻ റോഡ്സിൽ എത്ര സ്പീഡിൽ പോയാലും നമുക്ക് കയറ്റം വരും, ഇറക്കം വരും, നിർത്തേണ്ടതുമായിട്ട് വരും, നമ്മുടെ കോർണേഴ്സ് വരും. നമുക്ക് ഒരിക്കലും മെയിൻ ലാൻഡിൽ അല്ലെങ്കിൽ ഹൈവേസിൽ നമ്മൾ പോകുന്ന ഒരു സ്പീഡ് കിട്ടത്തില്ല കേട്ടോ. അതാണ് മൗണ്ടൈൻ റോഡ്സ്. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം 25 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇടുക്കി സ്ഥലത്തേക്ക്, മൂന്നാർ സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 25 എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് മെജോറിറ്റി ഓഫ് ദ പോർഷൻസിൽ നിങ്ങൾക്ക് 25 ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കാശ്മീരൊക്കെ പോയി കഴിയുമ്പോൾ ടിൽ കാശ്മീർ നമുക്ക് 33 എന്നുള്ളത് ഉപയോഗിക്കാം. കാശ്മീരിന് ശേഷം മേലെ എത്തി നമ്മൾ മൗണ്ടൻസിലേക്ക് കയറി തുടങ്ങുമ്പോൾ നമുക്ക് 25 കിലോമീറ്റർ പെർ അവർ ഓൺ ആൻ ആവറേജ് എന്ന് ഞങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ എടുക്കാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം റൈഡ് ചെയ്യാൻ പറ്റുന്ന കിലോമീറ്റേഴ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അതായത് ചിലർക്ക് 10 മണിക്കൂർ റൈഡ് ചെയ്യാൻ പറ്റും, ചിലർക്ക് 9 മണിക്കൂർ റൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് എനിക്ക് 9 മണിക്കൂർ ഒരു ദിവസം റൈഡ് ചെയ്യാൻ പറ്റുന്ന. സോ 2 കണ്ടീഷൻസ് ഉണ്ട് എത്ര കിലോമീറ്റർ എത്ര മണിക്കൂർ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന്. കണ്ടീഷൻ നമ്പർ 1, സ്റ്റാർട്ട് ടൈം 8 AM ആയിരിക്കണം, എൻഡ് ടൈം 5 PM ആയിരിക്കണം. ഐ നോ ചില ദിവസങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ 8 മണിക്കല്ല 6 മണിക്കല്ല ദിവസം ഞാനൊക്കെ 2, 3 മണി 4 മണി ഒക്കെ ആകുമ്പോൾ 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് ഹൈവേയിൽ അടിച്ചുവിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ലോങ് റൈഡിൽ. ഹൗവർ നിങ്ങളൊരു നോർമലായിട്ട് റൈഡ് പ്ലാൻ ചെയ്യുന്ന ഫേസ് ആണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് റൈഡ് ടൈം 8 AM എന്ന് പ്ലാൻ ചെയ്യുക, സ്റ്റാർട്ട് ടൈം. എൻഡ് ടൈം 5 PM എന്ന് പ്ലാൻ ചെയ്യുക. ഈ രാത്രി റൈഡ് ഓടിക്കുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എവിടെയാണെങ്കിലും രാത്രി റൈഡ് ചെയ്യാതിരിക്കുക. ഈവൻ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ പോലും രാത്രി റൈഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഒപ്പം ഒരു ലോങ് ഡേയിൽ നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും? 9 hours, അപ്രോക്സിമേറ്റ്ലി 9 hours. നിങ്ങൾക്ക് കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച്. അപ്പം എൻ്റെ ഈ ഫോർമുലയിൽ നമ്മൾ 9 ആണ് എടുക്കുന്നത്. സോ 9 × 33 എന്ന് പറഞ്ഞാൽ 297 ആണ്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫിഗർ 300 കിലോമീറ്റേഴ്സ് നിർത്തുന്നു. അതായത് ഒരു ദിവസം മെയിൻ ലാൻഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് 300 കിലോമീറ്റേഴ്സ്. നമുക്ക് ഒരു ദിവസത്തെ എത്ര ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു സിമ്പിൾ ഉത്തരമാണ് 300 കിലോമീറ്റേഴ്സ്. റഫ് ഉത്തരമാണ്, ആവറേജ് ഉത്തരമാണ് 300 കിലോമീറ്റേഴ്സ്. 400, 500, 600, 700 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യെസ്. ഞാൻ തന്നെ 24 മണിക്കൂർ കൊണ്ട് 1810 കിലോമീറ്റർ കവർ ചെയ്ത ഒരാളാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ അടുത്തുണ്ട്. ഹൗവർ നമുക്ക് ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കിലോമീറ്റേഴ്സ് 300 ആണ്.
വെൻ യു പ്ലാൻ ഫോർ 10 days 11 days 12 days അല്ലെങ്കിൽ ഒരു 30 days 40 days 50 days ആ ഒരു സമയത്ത് വരുമ്പോൾ ഇനീഷ്യലി ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ബ്രേക്ക് ഇൻ പീരീഡ്, അതായത് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ ദ ഓവറോൾ, അതായത് ഓവറോൾ ആയിട്ട് ആ റൈഡിന് വേണ്ടിയിട്ട്. സോ മെയിൻ ലൈൻ 300 kilometers, സിമ്പിളായിട്ട് പറഞ്ഞാൽ മൗണ്ടൻ റോഡ്സിലെ 90 to 25 is 225 kilometers, അതായത് നമ്മളവനെ കുറച്ച് താഴേക്ക് എടുത്ത് 200 ആകുന്നു. കാരണം മൗണ്ടൻ റോഡ്സ് ആർ ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. കാശ്മീരൊക്കെ പോകുകയാണെങ്കിൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ മൗണ്ടൻസ് നോക്കുകയാണെങ്കിൽ ലോങ് ഡേ, ഒരു ലോങ് ഡേയിൽ, അതായത് ലോങ് ഡേ എന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത് 9 മണിക്കൂറിൻ്റെ ലോങ് ഡേ ആണ് കേട്ടോ. ഷോർട്ട് ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ലാൻഡിൽ 300 kilometer, ലോങ് ഡേയിൽ മൗണ്ടൻ റോഡ്സിൽ 200 kilometer. സിമ്പിൾ ഫോർമുല ഓക്കെ കിട്ടിയല്ലോ. അടുത്തത് നമ്മുടെ ഷോർട്ട് ഡേ എന്ന് പറഞ്ഞാൽ ലോങ് ഡേ ഡിവൈഡ് ബൈ 4.5 മണിക്കൂറാണ് നമ്മുടെ ഷോർട്ട് ഡേ. മെയിൻ ലാൻഡിൽ നമ്മൾ ഏകദേശം ഒരു 150 kilometer, മൗണ്ടൻസിൽ നമ്മൾ 100 kilometer. നമ്മളൊരു 10 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെ ലോങ് ഡേ ആൻഡ് ഷോർട്ട് ഡേ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 10 ദിവസത്തെ ട്രിപ്പിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5 ലോങ് ഡേ 5 ഷോർട്ട് ഡേ. ഓക്കെ, അതായത് 5 into 300 1500 kilometer, 5 into 200 1000 kilometer. ഓക്കെ, ടോട്ടലായിട്ട് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് 2500 kilometer 10 ദിവസം കൊണ്ട് കവർ ചെയ്യാം. പ്രൊവൈഡഡ് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടീഷനാണ്. നമുക്ക് വേറെ അധികം വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ട്രിപ്പ് നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സമാധാനപരമായിട്ട് നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങി 5 മണിക്ക് തീർക്കുന്നു. നൈറ്റ് റൈഡിങ് ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് 2500 kilometer അപ്രോക്സിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എങ്ങനെ നമുക്ക് മാപ്പിൽ വീശി പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2500 പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ തുടക്ക സ്ഥലം നിങ്ങളുടെ വീട്, ഒടുക്ക സ്ഥലം നിങ്ങളുടെ വീട്. 1250 kilometer ഒരു സർക്കിൾ വരയ്ക്കാം നമ്മുടെ മാപ്പിൽ. അതിനകത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ കണ്ടുപിടിക്കാം 10 ദിവസത്തെ ട്രിപ്പിന്. ഇത് നിങ്ങളുടെ പല ദിവസത്തിന് 4 ദിവസമാണെങ്കിൽ 4 ദിവസം, 5 ദിവസമാണ് 5 ദിവസം. അതിനുള്ള എക്സാമ്പിൾ ഈ ഫോർമുലയിൽ നിങ്ങൾ ഡെറൈവ് ചെയ്യുക. ഈ ഒരു റേഡിയസിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൺഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി മൗണ്ടൻസിൽ നമ്മൾ 10 days മൗണ്ടൻസിൽ എങ്ങനെ അറിയാം? 5 ദിവസം 5 ലോങ് 5 ഷോർട്ട്. ഫോർ എക്സാമ്പിൾ 750 + 500, അതായത് 1250 kilometer അപ്പ് ആൻഡ് ഡൗൺ, ഓർ 1125 kilometer പെർ ഡേ. ഈ മൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ മൗണ്ടനിൽ തുടങ്ങി മൗണ്ടനിൽ ഒടുങ്ങാൻ നമ്മൾ റൗണ്ട് ട്രിപ്പ് ശരിക്കും ചെയ്യില്ല. നോർത്തിലൊക്കെ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുകയാണ്, അല്ലെങ്കിൽ ഈവൻ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 125 kilometer നമുക്ക് കവർ ചെയ്യാൻ പറ്റും കംഫർട്ടബിളി. ഓക്കെ, 200-300 ഒക്കെ കവർ ചെയ്യാം അൺകംഫർട്ടബിളി. പക്ഷേ ഇത് കംഫർട്ടബിളി നമുക്ക് പ്ലാൻ ചെയ്യുകയാണല്ലോ. സോ നമ്മൾ നോർത്ത് ഈസ്റ്റ് നമുക്ക് കാശ്മീർ മൊത്തം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോവാം, ഗൂഗിൾ മാപ്പ് നോക്കാം, നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, 1250 kilometer ഉണ്ടെങ്കിൽ മൊത്തം നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് 10 ദിവസം മതി. അതായത് ചിലത് 125 kilometer ചെറിയെന്ന് പറഞ്ഞെത്തും. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ റാങ്ദോ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പോയത് ഒരു ദിവസം 50 kilometer ഒക്കെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 50 kilometer കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ വന്നു, നമ്മളോട് ഇരുന്നു, നമ്മളവിടുത്തെ കാഴ്ചകൾ എൻജോയ് ചെയ്ത് നമുക്കവിടെ താമസിക്കണം തോന്നി, വി ക്യാൻ ഡു ദാറ്റ് ഓൾസോ. അടുത്ത ദിവസം ഷോർട്ട് ഡേ എന്നുള്ളത് ചിലപ്പോൾ ഒരു 6.5 മണിക്കൂർ 7.5 മണിക്കൂറാക്കി പ്ലാൻ ചെയ്താൽ മതി. സോ 5 ഷോർട്ട് ഡേയ്സ് 5 ലോങ് ഡേയ്സ് നമുക്ക് മൗണ്ടൻ റോഡ്സിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ഫോർ 10 days. ഓക്കെ, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എവറി 7 days നമുക്ക് 1 day റെസ്റ്റ് വേണം. കംപ്ലീറ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു റൈഡിന് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വീക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് ഒരു 1 day ഓഫ്, അതായത് 6 days ട്രിപ്പേ നിങ്ങൾ പ്ലാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഒരു വീക്ക് നിങ്ങൾ 7 ദിവസം നിങ്ങൾ റൈഡ് ചെയ്യില്ല. ഒരു ദിവസം നിങ്ങൾ അതിനകത്ത് റെസ്റ്റ് ഡേ ആക്കി വെച്ചേക്കണം. ഈ റെസ്റ്റ് ഡേ അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാത്ത ഡേയ്സ് ആക്കി വെച്ചേക്കണം. ഈ ഡേയ്സിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇതിലിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ മുന്നോട്ട് പോകുന്ന അവിടെ വഴിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഡെസ്റ്റിനേഷൻ ക്ലോസ് ആണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഡിവൈറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് പോകേണ്ട വരുന്നുണ്ടല്ലോ, അന്നേരം നിങ്ങൾക്ക് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ആ ഡേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് നിങ്ങളുടെ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫോർമുലയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രാവൽ വിൽ ബി സ്ട്രെസ് ഫ്രീ ആയിരിക്കും. യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ റിലാക്സ്. അതായത് നമ്മൾ പറയുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് പറന്നടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ വണ്ടികളുടെ ഇടയ്ക്കൂടെയൊക്കെ കയറി ഭയങ്കരമായിട്ട് റിസ്കി മൂവ്സ് ഒക്കെ എടുത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ചൂടായിട്ട് നമ്മൾ ഭ്രാന്ത് പിടിച്ചെത്തുന്നതല്ല. വളരെ സമാധാനപരമായി സന്തോഷപരമായിട്ട് ഡെസ്റ്റിനേഷനിൽ വൃത്തിയായിട്ട് റീച്ച് ചെയ്ത് സന്തോഷവും സമാധാനവും കൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചില്ല് ചെയ്ത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് എടുത്ത് സമാധാനമായിട്ട് അക്കോമഡേഷൻ നോക്കി സമാധാനം പീസ്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ട ഒരു മൂഡ് എന്ന് പറയുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൂഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവിടെ എത്തും. ഓക്കെ, പിന്നെ ട്രിപ്പ് ഫുള്ള് വണ്ടി ഓടിക്കൽ മാത്രം ആകുമല്ല. അതായത് ഈ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്ത് ചില ദിവസം നിങ്ങൾ നേരത്തെ എത്തും, ചില ദിവസം നിങ്ങൾ കുറച്ച് താമസിച്ചെത്തും, ചില ദിവസം നിങ്ങൾക്ക് കുറച്ച് ദൂരം കൂടെ പോകാൻ പറ്റും. ആ ഒരു സമയം
അടുത്ത ദിവസം വളരെ റിലാക്സിങ് ആയിട്ട് ഇരിക്കുക. അതായത് ട്രിപ്പ് മുഴുവൻ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് രാവിലെ കയറി വൈകുന്നേരം ഇറങ്ങുക, രാവിലെ കയറി വൈകുന്നേരം ഇറങ്ങുക. ഇങ്ങനെ ആവരുത്. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ട്രിപ്പ് ചെയ്യേണ്ട വരുമെങ്കിലും യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് നിർത്തി ഡെസ്റ്റിനേഷനിലൊക്കെ പോയി സമാധാനപരമായിട്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വളരെ റിലാക്സിങ് ആയിട്ടൊക്കെ പോകാനൊക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ ഒരു റിലാക്സിങ് ട്രിപ്പ് ഈ ഫോർമുല ഉപയോഗിച്ചാൽ പറ്റും കേട്ടോ. ഗ്രൂപ്പ് ട്രിപ്പ് പോകുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആകും ഫോർ ഷുവർ. അതായത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പലതരത്തിലുള്ള ആളുകളായിരിക്കുമല്ലോ ഗ്രൂപ്പ്സിൽ വരുന്നത്. അന്നേരം ഇവർക്കൊക്കെ എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള, അതായത് വണ്ടി ഓടിക്കണം എന്നുള്ളവർക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാം, വണ്ടി ഓടിക്കണ്ട എന്നുള്ളവർക്ക് വണ്ടി ഓടിക്കണ്ട. ആ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ട്രിപ്പ് നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഒന്നാമത്തെ ദിവസം മഹാരാഷ്ട്ര റൈഡാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി കണ്ണൂർ ഏകദേശം ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു, കണ്ണൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ അതായിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ. ഞാൻ ഏകദേശം ഈ ഫോർമുല തന്നെ ഉപയോഗിച്ചിട്ടാണ് കണ്ണൂർ എന്നൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചത്. ഈ മഹാരാഷ്ട്ര മുംബൈ എന്നൊരു ടാർഗറ്റ് വെച്ചതും ഏകദേശം ഈ ഒരു ഫോർമുല. നമ്മുടെ കൊച്ചിയിൽ നിന്ന് മുംബൈ വരെ ഏകദേശം 1250 കിലോമീറ്റർ ആ ഒരു റേഞ്ചാണ്. അങ്ങനെയാണ് ആ ഒരു റേഞ്ച് വീശി പിടിക്കാതെ ഞാൻ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ആണ് ഞാൻ ഈ മുംബൈ എന്നുള്ള സംഭവം ഞാൻ കണ്ടുപിടിച്ചത്, മഹാരാഷ്ട്ര ട്രിപ്പ് എന്നുള്ളത്. പക്ഷേ മുംബൈ വരെ പോയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞുതരാം, കഥകൾ ഞാൻ വഴി പറഞ്ഞുതരാം, ഓരോ എപ്പിസോഡിൽ എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞുതരാം. സോ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരേക്കാണ്. ചില സ്നിപ്പെറ്റ്സ് കാണാം ഇവിടെ. ഓക്കെ, വാട്ട് എ ഗുഡ് ഡേ. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചിലപ്പോൾ കൊടജാദ്രി ആയിരിക്കാം. അപ്പോൾ കൊടജാദ്രി ട്രക്കിനെ പറ്റി ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ CBR നമ്മുടെ ലെജൻഡറി വണ്ടിയാണ്. നമ്മൾ അവനെ ഫുൾ കണ്ടീഷനാക്കി പക്കയാക്കി വെച്ചിരിക്കുകയാണ്. ഐ വാണ്ട് ടു എൻജോയ് ദാറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. കുറച്ച് ശാന്തമായിട്ടുള്ള റൈഡുകൾ ഓടിക്കാനൊക്കെ ഞാൻ അവനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതൊരു മാപ്പ് ഇട്ടേക്കാം. 223 കിലോമീറ്റർ കണ്ണൂർക്ക്. ഉരകം, തൃപ്രയാർ, തിരൂർ, പൊന്നാനി, ആ റേഞ്ച്. ഇൻഡിക്കേറ്റർ ഓൺ, ചെക്ക്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഓഫ്, വൈസർ ഡൗൺ. എത്ര പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ അകത്തേക്ക് തിരിച്ചു. മൊത്തത്തിൽ ഇവരെ പിടിച്ച് തിരിക്കേണ്ട വരുമായിരിക്കും. ഹൈ KCF 8102. ആഹാ, നല്ല സൗണ്ട്, നല്ല മണം. ആക്ച്വലി ഇങ്ങനത്തെ റോഡുകളിലാണ് നമ്മുടെ എക്സ്പേർട്സ് ഫീൽസ് അറ്റ് ഹോം എന്ന് തോന്നണത്. അതായത് കട്ടർ എപ്പോൾ വരും, കുഴി എപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റാത്ത പാച്ച് വർക്കൊക്കെ ഉള്ള റോട്ടിൽ കൂടെ കാറുകളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പോകുമ്പം നമുക്ക് അതിലെ കൂടെ പറിച്ചു വിട്ട് പോകാം. CBRന് ഇത് പൊട്ട നമ്മുടെ കയ്യിലേക്ക് അടിക്കും. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എക്സ്പേർട്സ് ഭയങ്കര കംഫർട്ടബിളാണ്. നൈസായിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ആഹാ, സ്റ്റോപ്പാണ്. ബ്ലഡി ഫുൾ. ഞാൻ പണ്ടൻ സാരമില്ല. ബെറ്റർ സേഫ് ദാൻ സോറി ബോയ്സ്, ബെറ്റർ സേഫ് ദാൻ സോറി. ഓ യാ ബേബി, ലെറ്റ്സ് ഗോ. ചാടിച്ച് മറിച്ച് പോയി. ചേട്ടാ എന്താ വളി പറയും. അങ്ങനെ പഞ്ചലനൊക്കെ പോയി. പണ്ടത്തെ എനർജിയിലേക്ക് വരാൻ കേട്ടോ. ഐ വിൽ ബി ബാക്ക്. ഇപ്പോഴാണ് ആ ഒരു രസത്തിലേക്ക് രോമാഞ്ചം വന്നു. റൊമാഞ്ചിഫിക്കേഷൻ. നൈസ്. തൃപ്രയാറത്തി ഇങ്ങോട്ടൊന്ന് പോയി ഒരു പൊട്ടുവെള്ളൊരു ജ്യൂസ് കുടിക്കാം. യെസ്, വടകരപ്പള്ളിയാണ്. പൊട്ടുവെള്ളം കുടിച്ചു, നോ പ്രോബ്ലം. നല്ല അത്യാവശ്യം മോശമല്ല കേട്ടോ, നല്ല രസമുണ്ട്. അമ്മേ, അത് കുറച്ച് അടുത്തായിരുന്നു. സമയം 11:45. 81 സ്പീഡ്. 84 വിറച്ചു. എക്സ്പൾസ് ഇത്ര പോകാൻ പറ്റത്തുള്ളൂ. ദിസ് ഈസ് ദ മാക്സിമം. എക്സ്പൾസ് വിട്ടാ, ഡോണ്ട് വറി, വി വിൽ ടേക്ക് യു ടു ഓഫ് റോഡ്. ബൈ ഫോർച്യൂണർ 6688. പഞ്ചിക്കോടെ നിന്റെ ആയുസ് തീരാറായെന്നാ തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തരുവാണെങ്കിൽ എനിക്കറിയാം ലേറ്റായെന്ന് അറിയാം, എങ്കിലും ഇല്ലല്ലോ. കണ്ണൂർ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഹോട്ടലിലെത്തി നിങ്ങൾക്ക് ഹോട്ടൽസ് ഒക്കെ നിങ്ങൾക്ക് ട്രിപ്പിനിടയ്ക്ക് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ തോന്നാറില്ലേ? അതായത് എവിടെ എത്തും, എങ്ങനെ എത്തും എന്നറിയത്തില്ല. ചില സമയത്ത് നമ്മൾ ഹോട്ടലിലേക്കൊക്കെ പോകാൻ നമ്മൾ എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഏകദേശം ഈ ഫോർമുലയ്ക്ക് ഒരു 75 to 80% സക്സസ് റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം 2-3 ദിവസത്തെ, അതാണ് ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഹോട്ടൽസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഹോട്ടൽ, നല്ല ഹോട്ടൽ, ഇപ്പം 125 ഒരു മൗണ്ടൻ ഹോട്ടൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മെയിൻ ലാൻഡ് ആണെങ്കിൽ 300, അതായത് ഒരു 1000 കിലോമീറ്ററിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് റേഡിയസിലുള്ള ഒരു ഹോട്ടൽ നിങ്ങളുടെ
വഴിയിലുള്ള ഡെസ്റ്റിനേഷനും നിങ്ങളുടെ പിന്നെ വഴിയിലുള്ള ഒരു ഹോട്ടലിന് നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് മുന്നേ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ഈ ഫോർമുല തരുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പം ടിൻസോ ബ്രോ ഫോർമുല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ടിൻസോ ബ്രോയിൻ്റെ ഫോർമുല ഇട്ട് ട്രിപ്പും പ്ലാൻ ചെയ്ത് കണ്ട ചായക്കടയിൽ കയറി ചായയും കുടിച്ച് ബീഡിയും വലിച്ച് സമയം കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വഴിക്കൂടെ പോണ പെമ്പിള്ളേരെ വായി നോക്കി റോട്ടിൽ നിന്ന് വണ്ടി ഇറക്കി ടയറും പഞ്ചറാക്കി നിങ്ങൾ അങ്ങനെ സമയം കളഞ്ഞിട്ട് ടിൻസോ ബ്രോയിൻ്റെ ഫോർമുല വർക്കല്ല എന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില കഴിയുന്നൊരു പോകരി തുപ്പി വെക്കുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ശരി, റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ മഹാരാഷ്ട്ര സ്ക്രിപ്റ്റിൻ്റെ അടുത്ത സീരീസ് ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കീപ് റോളിംഗ്. നമ്മുടെ ഫ്രീക്കി ഫ്രൈഡേ എന്ന് പറഞ്ഞ എപ്പിസോഡൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ആക്സിഡന്റ് അനാലിസിസ്, നമ്മുടെ സേഫ് റൈഡ് ട്രിപ്പ്, നമ്മുടെ പല വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനലെല്ലാം റീവാമ്പ് ചെയ്ത് നല്ല കുഴപ്പം പോലത്തെ വീഡിയോസ് റോഡിൽ കാണാം. ടിൻസോ ബ്രോ.